നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത തരത്തില് ഞങ്ങൾ മനസ്സുകൊണ്ട് അകന്നുപോയി. ഇനിയുള്ള കാലം നല്ല ഫ്രണ്ട്സായിട്ട് തുടരണം. അതാ ഞങ്ങളുടെ ആഗ്രഹം. മൈഥിലിക്കോ? അതെ മാഡം. ഒരു കുട്ടിയായതിനു ശേഷം നിങ്ങളുടെ ഈ തീരുമാനം ഏതായാലും നല്ലതല്ല. ഇത്തരം തീരുമാനങ്ങളൊന്നും മാതൃകാപരമല്ല. കുട്ടികളുള്ള ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിക്കരുത് എന്നൊരു നിയമം തന്നെ വരണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം പരസ്പരം പിരിഞ്ഞു പോകുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ വളരുന്നത് അനാഥരായിട്ടാണ്. കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തേണ്ടത് അവരവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അല്ലാതെ വളരുന്ന കുട്ടികൾ തന്നിഷ്ടക്കാരും തോന്നിവാസികളുമായി വളരും. ഭാവിയിൽ ഒരുപക്ഷെ അവർ ക്രിമിനലായിരിക്കും. പരസ്പരം പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ വ്യത്യസ്ത സംസ്കാരത്തിൽ ജീവിച്ചു വന്ന ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ചേരുന്നതാണ് ദാമ്പത്യ ജീവിതം. പ്രശ്നങ്ങളും പിണക്കങ്ങളും സ്വാഭാവികം. പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ടു പോണം. എല്ലാ കുടുംബങ്ങളും നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാ. പിരിയണോ ഒരുമിച്ച് ജീവിക്കണോന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ആലോചിക്കണം. 3 മാസത്തെ സമയം തരും. Appear in court after 3 months. കാർത്തിക് സാറേ, എനിക്ക് 1-2 കേസുകൾ വേറെയുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവാ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ശരി. ശരിക്കും താങ്ക് യു പറയേണ്ടത് മൈഥിലിയോടാ. താങ്ക് യു മൈഥിലി. വെൽക്കം കാർത്തിക്. മൈഥിലിയുടെ ഈ വലിയ മനസ്സിനെ ഞാൻ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കൺഗ്രാറ്റുലേഷൻസ് മൈഥിലി. എന്റെ കാർത്തിയുടെ സന്തോഷമല്ലേ എനിക്ക് പ്രധാനം. കാർത്തിയുടെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ വൈകമോളാണ് സത്യം. ഇത്തരം കാര്യങ്ങളിലൊന്നും കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യരുത്. അതെനിക്കിഷ്ടമല്ല. മീനാക്ഷിയാ? മീനാക്ഷി ഏട്ടനെവിടെയാ? ഞാനിവിടെ കോടതി മുറ്റത്താ. കേസിന്റെ കാര്യമൊക്കെ എന്തായി? കേസൊക്കെ കഴിഞ്ഞു. അവള് ഡിവോഴ്സിനെ സമ്മതിച്ചോ? സമ്മതിച്ചു. ജഡ്ജിയുടെ മുന്നിൽ തുറന്ന് സമ്മതിച്ചു. Oh my God. എന്നാ വേഗം ഇങ്ങോട്ട് വാ. ശരി ശരി ശരി. മൈഥിലി ബാബു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.